തൃശൂർ ജില്ലയിലെ പുതുക്കാടാണ് നമ്മൾ അടുത്തതായി നോക്കുന്ന മണ്ഡലം. പരമ്പരാഗതമായി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പുതുക്കാട്. നിലവിലെ സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ LDF-ന് വേണ്ടി, KM ബാബുരാജ് UDF-ന് വേണ്ടി, A നാഗേഷ് 3ാം തവണയും NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവർ 3 പേരാണ് പുതുക്കാട്ടെ സ്ഥാനാർത്ഥികൾ. CPM അവിടെ അവരുടെ അക്കൗണ്ടിൽ കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പുതുക്കാട്. അവിടെ വലിയ ഒരു മത്സരം, എത്രത്തോളം വലിയ മത്സരം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സ്കോർ ഒന്ന് നോക്കാം. അവിടുത്തെ നിലവിലെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് നോക്കാം. C രവീന്ദ്രനാഥ് ദീർഘകാലം അവിടെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ LDF-നാണ് മുൻതൂക്കം 46.98, UDF 28.56 ഉള്ളൂ. NDA തൊട്ടടുത്തുണ്ട് 24.46. ഇതൊരു സ്ഥിരം പാറ്റേൺ. എനിക്ക് തോന്നുന്നു 1,00,000 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ എല്ലാ തവണയും LDF സ്ഥാനാർത്ഥികൾ ജയിക്കുക. C രവീന്ദ്രനാഥ് ഒരിക്കൽ 30,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത് ആന്റി CPM അല്ലെങ്കിൽ ആന്റി ലെഫ്റ്റ് വോട്ടുകൾ നേരെ പകുതിയായിട്ട് വിഭജിക്കപ്പെടുകയാണ്. A നാഗേഷ് ഇത്തവണ 2ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണോ BJP ആണോ എത്തുക എന്നുള്ളൊരു സസ്പെൻസ് റിസൾട്ട് വരുന്നതിന് വരെ ഉണ്ടാവും. വളരെ ശക്തമായ പ്രചരണ രംഗത്ത് BJP ആണ് അവിടെ. കോൺഗ്രസും പക്ഷേ വളരെ പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. അവിടെ ഇത്രയും വലിയ മാർജിനിൽ പുതുക്കാട് LDF ജയിക്കാനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ LDF-നെതിരായി വരുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നത് UDF-ലേക്കും BJP-യിലേക്കും അത് പോകുന്നു. പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭയിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം BJP ഒരു ചെറിയ മികച്ച പ്രകടനം എങ്കിലും കാഴ്ചവെച്ചത് ഈ പറയുന്ന പുതുക്കാട് പരിസരത്താണ്. സോ അതിന്റെ ഒരു പ്രതിഫലനം അവർക്ക് നിയമസഭയിലും കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. കോർ ഇത് തന്നെയായിരിക്കും റിസൾട്ട് എന്ന് കോർ 35,000-ൽ പരം വോട്ട് BJP-ക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലുള്ള ഒരു സീറ്റാണ്. അതേപോലെ അതിന് സമാനമായ